അറിയില്ലേ അത്? ആ വണ്ടി പോകത്തില്ല, സ്പീഡില്ലാത്ത വണ്ടിയാടാ. ആ വണ്ടി മാറ്റിക്കണ്ട. മാറ്റിയില്ലാന്നുണ്ടെങ്കിൽ മൂഞ്ചു, സീരിയസ്ലി മൂഞ്ചു. കാരണം അങ്ങനത്തെ ഒരു വണ്ടി അത്. കണ്ടുപിട്ടി. ഒയ്യോ, ടി ജി ഇവിടെ ഇറങ്ങി. അതുപോലെ തന്നെ ആർസെൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ആർസെൻ ടി ജി ഇവിടെ അടിപൊട്ടിയിട്ടുണ്ട്. അപ്പാണി രവി ഡൗൺ ആവുമോ? മാക്ക് വേഴ്സസ് അപ്പാണി രവി, ചരൺ ഡിയോസ് വേഴ്സസ് ചരൺ അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഓക്കെ, ചരൺ അപ്പാണി രവി ഡൗൺ ആക്കി. കിഡു അവിടെ റോബ്ലൂസിനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ഡൗൺ ആക്കിയിരിക്കുന്നു. ഓക്കെ, ജിൻസക്കായി അവിടെ ഒരു പിക്ക് എടുത്തു. സുരേഷ് പാണ്ഡ്യൻ അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നത്. നോക്കി അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടി ജിയുടെ ഭാഗത്തേക്ക് അത്യാവശ്യം കൗണ്ടുകൾ. ഓക്കെ, ബ്രോക്കർ അവിടെ ഒരു പിക്ക്, കൊച്ചു കുഞ്ഞൊരു പിക്ക്. ഓക്കെ, ഐ തിങ്ക് RZ7 ഇനി 3 പേരെന്തോ ബാക്കിയുള്ളൂ. RZ7 ജിൻസക്കായി അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. കിൽബില്ലിനെ ഡൗൺ ആക്കുമോ? ഓക്കെ, കിൽബില്ല് ഡൗൺ. ദിഗോഡ് അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഓക്കെ, കിൽബില്ല്. ഓക്കെ, കൊച്ചു കുഞ്ഞ് അവിടെ ഒരു പിക്ക് എടുത്ത്. ജിൻസക്കായിനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ദിഗോഡ് അടുത്തൊരു പിക്ക്. ഓക്കെ, കിൽബില്ല് 1 HP. കിൽബില്ല്. ഓക്കെ, കൊച്ചു കുഞ്ഞ് അവിടെ പിക്ക് എടുത്തിരിക്കുന്നു. എറനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. തളപതി ഉണ്ട് ഇവിടെ. തളപതി ഒരു 1v5 സിറ്റുവേഷൻ. തളപതി ആൻഡ് ദിഗോഡ്. ഓക്കെ, തളപതി അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഓക്കെ, ദിഗോഡ് അവിടെ ഡൗൺ ആവാൻ ചാൻസ് കൂടുതലാണ്. ദിഗോഡ് അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. തളപതി അടുത്തൊരു പിക്ക്. കിൽബില്ലിനെ ഡൗൺ ആക്കി. ഒരു 1v3 സിറ്റുവേഷൻ. എടാ അയ്യോ, ബ്രോക്കൺ 1 HP. തളപതിക്ക് നല്ലൊരു അഡ്വാൻറ്റേജ്. എടാ ഇതെന്താടാ വെള്ള കളറ്? തളപതിയുടെ 3 പിക്ക്. ബ്രോക്കൺ എടുത്തുകൊണ്ടാണ് അവിടെ തളപതി അവിടെ കൊച്ചുകുഞ്ഞിനെ അവിടെ തളപതിനെ ഡൗൺ ആക്കുന്നത്. തളപതിയുടെ ഭാഗത്തുനിന്ന് ഒരു വിഷയം കളി അവിടെ. മേക്കവിടെ എങ്ങനെ എത്തി? 8v12 എന്നതിൽ നിന്ന് 2 persons മാത്രമേ ലൈവ് കറന്റ് ടി ജിയുടെ ഭാഗത്ത്. ഇതെന്താ ഇതൊക്കെ ഇല്ല, ഇവന്മാരൊക്കെ ഇല്ല. വൈറ്റ് വരുന്നേ. തളപതി വിഷയം. പത്ത് പേര് ഡൗൺ ആയി ടീച്ചില്. പോയിന്റ്സ് ഗോസ് ടു ചൂസ് ഔട്ട്കം TJ. EMS ഉണ്ടോ? ഇംതിയാസേ, നീ എന്നാ കാണണ്ടാവണേ? വലിയ താളടിക്കാൻ നിൽക്കുന്നു. നീ ഇവിടെ ആ ഒരു ഗ്യാങ്ങിൻ്റെ പേര് വഹിച്ചിട്ടുണ്ടോ? എന്താ ആവശ്യം ഉണ്ടായിരുന്നു നിനക്ക് കുണ്ണേ? അണ്ടി ഉണ്ടോ എങ്കിൽ മയിരെ? അച്ഛനും വണ്ടിയില്ലാത്തൊരു കുണ്ണ വന്നേക്കുന്നു. നോക്കിനെടുത്താ
അല്ല സിറ്റിസൺ സിറ്റുവേഷൻ കറക്റ്റ് ആയിട്ട് ചെയ്ത് വൃത്തിക്ക് ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ എന്റെ ഇവിടെ കിടക്കുന്ന ഈ പൈസ ഉണ്ടോ ഇത് വെച്ചിട്ട് ഞാൻ നിനക്ക് 2 പൈസ നിന്റെ വായിലോട്ട് ഇട്ടുതരാം. മനസ്സിലായോ? എന്ത് പാവം അല്ലെ, എന്ത് പാവം നമുക്കറിയാത്തതാണ്. എടാ ഈ ട്രെയിലറൊക്കെ ജോഷോ കുറെ നാൾ മുമ്പ് ഇറക്കില്ലാത്തോണ്ട് സിമന്റ് ഇടയിൽ കൂടെ 50 പൈസ കവറിട്ട് അടിച്ച് നേരെ നോക്കി ഇങ്ങോട്ടാ നോക്കി ഇങ്ങോട്ടാ നിന്റെ ഡ്രസ്സും ഇതൊക്കെ ഊരിക്കോ തുടങ്ങിക്കോ. ആദ്യമേ ഒടിഞ്ഞ വെള്ളമേ. എടാ നിനക്ക് ഇന്ന് ഭാഗ്യക്കേടാണ്, മനസ്സിലായി? വേറെടുത്ത അപ്പോഴേ പോയി വേറെടുത്ത കാലിതൊക്കെ ഓടി. എന്താ പറ പറ. അപ്പോൾ ആ മണി അവിടെ ഇല്ല, ഗെയിമിൽ ഉണ്ടാവില്ല. അപ്പൊ നീ നോക്ക് സിറ്റുവേഷൻ. ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഹെൽപ്പ് ഒന്ന് നോക്കണം. ടൈലർ നീ ഗെയിമിലുണ്ടോ? ഈ സാധാരണ മറ്റേ സ്വാഗർ രീതിയിലല്ലേ നടക്കുന്നത്, നീ ഒന്ന് ചീച്ചി രീതിയിൽ നടന്നേ നോക്കട്ടെ. ഓ ചീച്ചി ചീച്ചി അത് അതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. നീ ഹലോ അത്രേ ഉള്ളൂ. എടാ നീ ചീച്ചി വന്നിട്ടേ നിന്റെ നടത്തം നോക്കിട്ട് കുണ്ടിയൊക്കെ അനക്കി എനിക്ക് കാണണം. ചീച്ചി ചീച്ചി എടാ ബ്രോക്കർ പറഞ്ഞു കൊടുത്തേടാ, ഇവനെ അറിയത്തില്ല. ആ ഓക്കെ ഇടിപ്പിക്കല്ലേ. എടാ നോക്കി നീ ടൈം കളയണമെങ്കിൽ നമ്മൾ ടൈം കൂട്ടിക്കും, മനസ്സിലായോ? നിന്നെ എന്നിട്ട് കത്തിപ്പോയത് അത് യൂമസ് ഉണ്ട്. ഹോസ്റ്റേജ് എടുത്ത് കണ്ടിന്യൂ ചെയ്ത സിറ്റുവേഷൻ. കളി തന്നെ കേട്ടോ ഇവൻ. എടാ ഒന്ന് ചീച്ചി ഇടറാ. ഈ 50 പൈസ കവറിനെയൊക്കെ നമ്മള് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവന്റെ അടുത്തൊക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് പേപ്പറിൽ തുടച്ചളയാൻ തോന്നുന്നു. ഇവന്റെ മൂട്ടിൽ കുറച്ച് പൈസ ഇവന്റെ മൂട്ടിൽ കുറച്ച് പൈസ കയറ്റി കൊടുത്താലേ. നീ മറ്റൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായി? സൂഖിക്കുന്നറിയാ എന്നെ അങ്ങ് ഒലത്തിക്കളയോ അല്ലേടാ. നീ അങ്ങ് ഉണ്ടാക്കുവല്ലേ നമ്മളെ. എടാ ടെൻഷൻ നിന്റെ അടുത്തല്ലേടാ ഇവ എന്തോ ചോദിച്ചത് വന്ന്. ഗ്യാങ് കേറുമ്പോ വന്നിട്ട് എന്തോ കൊമ്പാച്ചന്റെ 5ാം കാലാകുമ്പോ ചോദിച്ചു പയ്യ. മോനെ നീ ഒരു കാര്യം അവൻ ചോദിക്കല്ലേ വളിയാണെന്ന്. എന്താ കുടുംബപരമായിട്ട് നിന്റെ ബാക്കി തിരിഞ്ഞിരിക്കുന്നൊക്കെ. എടാ നീ ഇങ്ങനെ പുറത്തിരുന്നുണ്ടല്ലോ, നിന്റെ കൂട്ടമുള്ളവന്മാർ എവിടെയാണെന്ന് പോലും നിനക്ക് അറിയത്തില്ല ഇപ്പൊ, മനസ്സിലായോ? നീ കൊറേ കറപ്പിക്കാൻ നോക്കി, ഇപ്പൊ ഇവിടെ വന്ന് നിക്കുന്നുണ്ടോ ചട്ടി ഊരി. ഇതാണ് നിന്റെ ഗതി, മനസ്സിലായോ? ഇങ്ങനെ ചുമ്മായിട്ട് ആരാണെങ്കിലും നമ്മളെ പണ്ണി വിടും, മനസ്സിലായോ? ഈ വള്ളി എടാ ഞാൻ പറയട്ടാ, ഈ മിണ്ടാതെ മര്യാദയ്ക്ക് സംസാരിക്കാൻ വരുമ്പോ ഒരു കോണയുണ്ട് നിനക്ക്, മനസ്സിലായോ? ഇനി നീ അത് അങ്ങനെ ഞാൻ ഒരു കാര്യം നിന്റെ അടുത്ത് ഞാൻ പറയാം. ഇനി സംസാരിക്കാൻ മര്യാദയ്ക്ക് സംസാരിക്കാൻ ചെള്ള അടിച്ചാൻ പൊട്ടിക്കും, മനസ്സിലായോ? ഇനി ഇവിടെ നിനക്കും എല്ലാം പറയണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം, മനസ്സിലായോ? അല്ലാതെ തിരിഞ്ഞിരിക്കും മനസ്സിലായോ? പിറകെ ഇരുന്നല്ല പറയണ്ട, മനസ്സിലായോ? മുഖത്ത് പറയണം, മനസ്സിലായോ?
കിച്ചു ചിലപ്പോ ഇല്ലേടാ 2-3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാസ് എൻട്രി ഉണ്ടാവും. ഇതുപോലെ തന്നെ നീ എൻട്രി ചെയ്യും, മനസ്സിലായോ? ഈ രീതിയിൽ തന്നെ പിന്നെ എൻട്രി ചെയ്യും നീ വന്ന, മനസ്സിലായോ? മാറ്റി നിനക്ക് എന്തെങ്കിലും പറയണ്ടെങ്കിൽ ഇവിടെ പറ, മനസ്സിലായോ? വാണമേ, മനസ്സിലായോ? ഇപ്പൊ അവിടെ കാര്യം കഴിക്കണം, തുടച്ചു കളഞ്ഞ പട്ടി എന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എടാ നിന്നെ ഇങ്ങനെ നിർത്തുക ന്യൂ ആണൊക്കെ സുഖിക്കുന്നതാ, എന്ത് സുഖമാടാ നിന്നെ ഇങ്ങനെ കാണാൻ. നടക്കടാ 2 റൗണ്ട്. എന്താടാ ചെവിടെ കേൾക്കത്തില്ലടാ, നടക്കടാ കുട്ടി. എനിക്കത് കണ്ടോട്ട് നിക്കാൻ വയ്യ. അടുത്ത ഇനി ആ ബണ്ടിൽക്കാരന്റെ അടുത്ത അതുണ്ട് അതൊരുത്തുണ്ട്. പറയാ കേട്ടില്ല അതോ കേട്ടില്ല. നടക്കടാ നടക്ക് ബ്രോ നടക്ക്. നിനക്ക് എന്നിട്ട് ചെവിള കിച്ചു കിച്ചു ഒരു പാട്ട് പാടി നോക്കിയ ഒരു പാട്ട് പാടി എനക്ക് അടിച്ചു പൊട്ടിച്ച ഇവനത് കേട്ടു. എന്തിനാണെന്ന് അറിഞ്ഞൂടെ? നീ സംസാരിക്കും കമ്പിപ്പാരടിച്ച് കേട്ടു, അതുകൊണ്ടാണോ ഇവിടെ ഒന്നും മിണ്ടാത്തെ? ഞാൻ വേറെ ആഗ്രഹമുണ്ട് കിച്ചു, എന്തോ ആഗ്രഹം? ഇവനെ പാട്ട് പാടായിക്കണം. ഞാൻ വേറെ കാര്യം പറയട്ടാ കിച്ചു കിച്ചു ഇവ അവിടെ അമ്പി കാണിക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഇവനെ കൊണ്ട് കമ്പി കളിപ്പിക്കും. ഇതാണ് ഇവന്റെ അവസ്ഥ, മനസ്സിലായ? എന്തൊക്കെ കൊണയായിരുന്നു അവന്. നീ എന്നെ പുളുത്തിക്കളയോ? നീ എന്നെ പുളുത്തിക്കളയോ? നീ എന്നെ ഉണ്ടാക്കും. നീ കൊറേ തീച്ചിട്ടവനെ കുണ്ടിയും കുലിക്ക് നടക്കും. നിന്റെ കുണ്ടിക്ക് അടിച്ച് കയറ്റി ഞാൻ. നടക്കടാ അങ്ങോട്ട്. ഈ കോഴിക്കാല് വെച്ച് ഞാൻ ചവിട്ടും, മനസ്സിലായ? ഇങ്ങനെ കോഴിക്കാല് ഈച്ചിട്ട് നടക്കുന്നവനെ അടിച്ച് കേറ്റിക്കളഞ്ഞ. അതാടാ കൈകൊട്ടെ നീ ഒന്ന് കൈകൊട്ടെ. നിന്റെ പൈസ നിന്റെ മുഖത്ത് വീശി എറിയാം. പേപ്പട്ടീരെ കളഞ്ഞ തുള്ളി. കിച്ചു എന്നിട്ട് പൈസ എന്റെ പോക്കറ്റിൽ എടുത്ത് എറിഞ്ഞാലോ? എനിക്ക് വലിയ ആളൊന്നും ആര് പറഞ്ഞു? ഇല്ല, ഇല്ല, അതാ പറഞ്ഞ നോക്കിയാ. അതിന് ശേഷം നിങ്ങളുടെ സിറ്റുവേഷൻസിൽ നമ്മൾ ഇതാക്കിച്ചിട്ടുണ്ട്. കൈ കുട്ടി നടക്ക്. നോക്കി ഒന്ന് പറയണം, എന്തെങ്കിലും മിണ്ടോളിയോ, സംസാരിക്കളിയാ. ഇവിടെ മിണ്ടത്തില്ല. എടാ ഒന്ന് ലൗഡായിട്ടൊന്ന് സംസാരിക്കോ? കേക്കുന്നുണ്ടല്ലോ. അറബീര ഡേറ്റ്സ് നിന്റെ വായിക്കാത്ത, മനസ്സിലായ? നിന്റെ സൗണ്ട് അതെങ്ങനെയാണെന്നറിയാമോ കേക്കുന്ന? നമ്മള് വണ്ടിയെ കൊണ്ട് ഒറ്റയ്ക്ക് പോയി നിൽക്കുമ്പോ വല്ല കൊണയും പറയും, അപ്പൊ കേൾക്കാൻ പറ്റും എന്റെ സൗണ്ട്. പിന്നെ വരത്തില്ല സൗണ്ട്. എടാ നീ ഇല്ല, നീ നിന്റെ കണ്ണാടി വന്നിട്ടെ, കൂളി ഗ്ലാസ് വന്നിട്ട് പോയാ മണിയാ സിറ്റിയിലില്ലേ? എന്താ ടൈലർ കയറുന്നുണ്ടാ? സിറ്റുവേഷൻസ് എന്തോ രണ്ടെണ്ണം. നടക്ക് മറ്റൊരു സാധനം. എടാ ബെൻഡോവർ അങ്ങനെ എന്തോ സാധനം ഉണ്ടല്ലോ. നടക്ക് എടാ വേണ്ടല്ലേ. നീ ഒരു കാര്യം ചെയ്തടാ, നോക്കി ഇങ്ങോട്ടന്നെ. അല്ലെ അവനില്ലടാ മുതുക്കി എന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു തുടങ്ങിയ വല്ലോ പറയുമോന്ന്. നീ ഒന്ന് എന്റെ മുഖത്ത് നോക്കി എന്താ പറയാനുള്ള പറ. എന്താ നിനക്ക് പറയാനുള്ള എന്താണ്? നീ അവന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു, എടുത്തു തരുമോ നിനക്ക് വായില്? മനസ്സിലായ?
വെറുതെ എന്തിനാണ് നീ ആവശ്യമില്ലാത്ത കോണ ഉണക്കാൻ പോണേ വെറുതെ എന്താ ഇല്ല അത് ഇതല്ലേ മുതുക്കല്ലേ മുതുക്കിലെ ആൾക്കാർ നിൽക്കുന്നതിനൊന്നും പറയാൻ പറ്റില്ല. അതില് അവിടെ ആൾക്കാർ നിൽക്കുന്നതിനൊന്നും പറയാൻ പറ്റില്ല. ഇന്റർഫിയറിംഗ് എന്ന് പറഞ്ഞ ആ ഏരിയ നിൽക്കുന്നില്ലേ ഉള്ളൂ. നീ പറഞ്ഞാ മതി, ഞാൻ അല്ലാണ്ട് അവര് സംസാരിക്കുന്നൊന്നുമില്ലല്ലോ. അതൊന്നും പറഞ്ഞു അവര് ഇന്റർഫിയർ ചെയ്യുന്നുണ്ടോ അതാണ് ചോദ്യം. അതായത് സംസാരിക്കുക, ആ സിറ്റുവേഷനിൽ കയറി സംസാരിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അവര് സംസാരിക്കല്ലേ? അത്രല്ലേ ഉള്ളൂ. പറഞ്ഞോണ്ടിരടാ നീ എനിക്ക് സൗണ്ട് വേണം, മനസ്സിലായോ? പറഞ്ഞോണ്ടിരുന്നോ തീരുന്നവരെ പറഞ്ഞോണ്ടിരിക്കും. എടാ നമുക്ക് എല്ലാവർക്കും കൂടെ ഇവന്റെ കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം കേട്ടോ അവസാനം. എന്തോ ഇരിക്കട്ടെ നമുക്ക് നീ അടക്ക്. അവര് നിങ്ങൾ ഇന്റർഫിയർ ചെയ്തെന്ന് പറയുമ്പോ അവര് മാറിയില്ലേ? അവർ ആ ഏരിയ നിൽക്കുന്നതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു മിനിറ്റ് പറയട്ടെ. അവർ ആ ഏരിയ നിൽക്കുന്നതിന് ഒന്നും പറയാൻ പറ്റില്ല. അവർ ഇന്റർഫിയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഇത് മുതുക്കാണ്, ഈ ഏരിയയിൽ നിന്ന് മാറാൻ പറയാൻ പറ്റത്തില്ല. ഇന്റർഫിയർ ചെയ്യരുതെന്ന് പറയാനേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? എടാ അവര് ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്, അവർ ഈ സിറ്റുവേഷനിൽ കയറി സംസാരിക്കുന്നുണ്ട്. അതാണ് എന്റെ ചോദ്യം. ഒരാള് സംസാരിക്കും, അവര് സംസാരിക്കുന്നുണ്ട്, അതല്ലേ പറയുന്നേ ബ്രോ. അവിടെ നിങ്ങൾ മൂവ് ചെയ്യാൻ പ്ലീസ് ഒന്ന് മൂവ് ചെയ്യാൻ പറഞ്ഞപ്പോ അവര് മൂവ് ആയോ? ഇല്ല ആരാ കൊന്നേ? ഇതാരാ? ഇവൻ ഓർണവൻ. അത് വേറെ ആരാ? ഇവൻ ആരാ? എനിക്കറിഞ്ഞൂടാ. അത് വേറെ ആരോ? സിറ്റുവേഷൻ ഇന്റർഫിയർ ചെയ്യേണ്ട ലീവ് ചെയ്യണം കേട്ടോ. ഒരു മിനിറ്റ് ഒരു ഗ്യാങ് സിറ്റുവേഷൻ നടക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾ നിൽക്കാൻ പാടില്ല, ഈ ഏരിയ നിൽക്കാൻ പാടില്ല. അവിടെ സിറ്റുവേഷൻ നടക്കില്ല, ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. റൂളാണ്. അവര് പോയി അത് പറഞ്ഞതാ. ഇനി അവര് സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോ ഇന്റർഫിയർ ചെയ്യരുത്. ഓക്കെ. ഇവിടത്തെ ചോദിച്ചു മര്യാദക്ക് ചോദിച്ചു എന്തിനാ ബ്രോ ഇങ്ങനെ പറഞ്ഞത് തന്നെ. ചില്ലറ കിഴയൊന്നുമല്ലേ മനസ്സിലായി. നോക്കിനെ പ്രൊവൈഡ് എടുത്ത് 10 മണിക്ക് കറക്റ്റ് 10 മണിക്ക് എടുത്ത്. ഓക്കെ എടാ ഞാൻ കാര്യം പറയട്ടാടാ, നോക്കിയേ മിണ്ട്ര നീ പോണേ ഹേർട്ടായോ? എടാ ഞാനൊരു കാര്യം പറയട്ടാ, നീ പോണേ ഗണ്ണ് ഇവൻ സൈലന്റ് ആരാ? ജ്യൂസ് സിൽവർ എന്താ വിശേഷം? പിന്നെ മതി എടാ അത്ര വേണ്ടടാ ഇവിടെ. ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ ലൈഫിൽ അവനുണ്ടാ ഇതില് റെസ്പെക്ട്. ഇതിന്റെ ഫീല് വേറെ തന്നെ, മനസ്സിലായോ? എടാ നോക്കിയ നീ മിണ്ടാത്തത് നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ? എടാ നെവിനെ ചുമ്മായിരുന്നു, അവന്റെ പോക്കറ്റ് ഇരിക്കുന്ന വളിപ്പൈസ ഒന്നും എടുത്തോണ്ട് പോലെ.
എടാ തീട്ട ഇടാണെങ്കിൽ കഴിവാളം മര്യാദ കാണിക്കണം, മനസ്സിലായോ? പേടിക്കണ്ട നിന്റെ അല്ലല്ല തീട്ടൊക്കെ പറയാം. എടാ നെവിനെ മാറിയേക്ക്, പൈസ തീട്ടോ മാറിയേക്ക് അങ്ങോട്ട്. അവൻ പൈസ എടാ കിച്ചു കഴിച്ചിട്ട് തൂർന്നേ. എടാ നോക്കിയേ നല്ല ഉള്ളയാ. നോക്കേ എല്ലാം എന്നെ കുറിച്ച് എല്ലാം പറഞ്ഞിട്ടില്ലേ? എന്നെ കുറിച്ച് നിനക്ക് അഭിപ്രായം ഒന്ന് പറഞ്ഞോ? നിന്നെ ഇവിടെ കുടിച്ചിർത്തിയിട്ട് നീ നല്ല മനുഷ്യനല്ലടാ. എടാ കിച്ചു കേട്ടടാ ഇവനെ അല്ല നീ ഒന്ന് എണിയടാ. നിന്നെ അനുഗ്രഹമൊക്കെ തന്ന് എണി അങ്ങോട്ട്. നീ ബെൻഡോർ അങ്ങോട്ട് അടിച്ചേ. ബെൻഡോർ നീ രാത്രി എപ്പോഴും ചെയ്യുന്ന സാധനം. എടാ നിന്റെ മറ്റവർക്ക് അറിയിക്കാം, അവളോട് ചോദിച്ചിട്ടാ തിരിഞ്ഞിരിക്കുന്നവളോട്. ഒന്ന് ബെൻഡോർ ചെയ്യണം ഇങ്ങോട്ട്. ന്യൂബോൺ അല്ലേടാ, അവളോട് ചോദിച്ചോടാ. അല്ലേടാ നിന്റെ പൈസ അവളോട് ഇനി പറ നെവിനെ കൊട്ടല്ലേന്ന് പറ. നെവിനെ കൊട്ടല്ലേന്ന് പറയടാ. അല്ല പറയടാ അങ്ങോട്ട്. നിനക്കെന്ത് ഫിയറല്ലേ ബ്രോ? ഫിയറല്ലേ? നെവിനെ കൊട്ടല്ലേന്ന് പറ. നെവിനെ കൊട്ടല്ലേ, ഫ്ലിപ്പേ കൊട്ടല്ലേന്ന് പറ. നെവിനെ കൊട്ടി വിട്ട് കേട്ടാ. അത്രേ ഉള്ളോ? വെയിറ്റ് ലൂക്കസ് മിണ്ടട്ടെ. മിണ്ടറാ. നീ കാണുന്ന ആളാണ് എല്ലാ ദിവസവും മുമ്പിലുണ്ടാവും. എടാ എനിക്കിതൊക്കെ ധാരാളം കളിയാ. എടാ ഒന്ന് മിണ്ടിയടാ. വെടിയൊക്കല്ലേ. വന്ന ഒരു തുള്ളി നീ മനസ്സിലാ, പേപ്പട്ടിയുടെ തുള്ളി. കുഴപ്പമില്ല, അതൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ളൂ നമ്മള്. പേപ്പട്ടിയുടെ തുള്ളി നീറ്റിക്കടാ. அசிங்கமா கேட்பேன் நானு. அப்படின்னு இல்ல நீ பண்ண, நான் குத்தவே மாட்டேன். நீ எவ்வளவு நேரம் உட்காந்து இந்த உட்காந்து പേപ്പട്ടി തുള്ളി എണീറ്റിക്കടാ അങ്ങോട്ട്. சாவடா போல. Okay, bye. GG, well played, bro. Better luck next time. വെള്ളമേ Better luck next time. മാലിക് എന്നാ പോയത്? മാലൂരി അവൻ എന്തോ പറഞ്ഞു. വാ പോ.